നമസ്കാരം. നിങ്ങൾക്കറിയുമോ, കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത് ഇപ്പോൾ നടക്കുന്നത് അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല. മെഡിക്കൽ കോളേജുകളിലെ ഉപകരണങ്ങളുടെ കുറവിനെ കുറിച്ച് തുറന്നു പറഞ്ഞൊരു ഡോക്ടർക്ക് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് വലിയ വേട്ടയാടലാണ്. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെയും ആശുപത്രി സംവിധാനങ്ങളിലെയും ഗുരുതരമായ പ്രതിസന്ധികൾ പുറത്തു കൊണ്ടുവന്ന ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡോക്ടറാണ് ഇപ്പോൾ അധികാര കേന്ദ്രങ്ങളുടെ കണ്ണിലെ കരടായി മാറിയിരിക്കുന്നത്. സത്യം പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനും കുറ്റവാളിയാക്കാനുമുള്ള ശ്രമങ്ങളാണ് ഒരു വശത്ത് നടക്കുന്നത്. മറുവശത്ത് അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് വലിയൊരു വിഭാഗം പൊതുസമൂഹവും ആരോഗ്യ പ്രവർത്തകരും രംഗത്തുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഒരു ഡോക്ടറെ വേട്ടയാടുന്നതിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? സംഭവങ്ങളുടെ തുടക്കം പരിശോധിക്കുമ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ മെഡിക്കൽ കോളേജിലെ ഒരു സാധാരണ ഡോക്ടർ മാത്രമല്ല, അദ്ദേഹം പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിലെ പ്രൊഫസർ കൂടിയാണ്. വർഷങ്ങളായി മെഡിക്കൽ കോളേജുകളിലെ അടിസ്ഥാന കുറവുകളെക്കുറിച്ച് അധികാരികളെ അദ്ദേഹം അറിയിച്ചിരുന്നു. എന്നാൽ ഒരു പ്രതികരണവും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തീരുമാനിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ കുറവ്, അതുമൂലം രോഗികൾക്കുണ്ടാകുന്ന ദുരിതങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹം തുറന്നു പറഞ്ഞു. അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തേണ്ട രോഗികൾ പോലും ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് കാരണം വേദനയോടെ കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ അദ്ദേഹം വിശദീകരിച്ചു. പേപ്പറുകൾ വരെ സ്വന്തം കാശ് മുടക്കി വാങ്ങേണ്ടി വരുന്നു എന്നും അദ്ദേഹം വൈകാരികമായി പ്രതികരിച്ചു. ഭരണകൂടത്തിന്റെ പ്രതികരണം നോക്കുമ്പോൾ ഡോക്ടറുടെ വെളിപ്പെടുത്തലുകൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. ഉടൻ തന്നെ ഡോക്ടർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസും നൽകി. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ് ഡോക്ടറോട് വിശദീകരണം തേടിയെത്തിയത്. എന്നാൽ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. ആ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ മറുപടി നൽകൂ എന്ന നിലപാടിലാണ് ഡോക്ടർ ഹാരിസ്. ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് പോലും അദ്ദേഹത്തിന് ലഭിച്ചില്ല. ഇവിടെയാണ് കൂടുതൽ ദുരൂഹതകൾ ഉണ്ടാകുന്നത്. താൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ സത്യമാണോ എന്ന് പരിശോധിക്കുന്നതിന് പകരം അത് പുറത്തുവിട്ട ഡോക്ടറെ വേട്ടയാടുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്ന വിമർശനം ശക്തമായി. അടുത്തിടെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച ആരോപണങ്ങൾ കൂടുതൽ ഞെട്ടിക്കുന്നതാണ്. തന്റെ ഓഫീസിൽ സൂപ്രണ്ടും പ്രിൻസിപ്പളും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അനുവാദമില്ലാതെ കടന്നു കയറിയെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. വിലപിടിപ്പുള്ള എസ്കുലാപ് ട്രാൻസ്പ്ലാന്റ് ഉപകരണങ്ങളും പ്രധാനപ്പെട്ട ഫയലുകളും തന്റെ മുറിയിലുണ്ട്. തന്റെ സാന്നിധ്യമില്ലാതെ നടത്തിയ ഈ പരിശോധനയുടെ ഉദ്ദേശം എന്താണെന്ന് ഡോക്ടർ ചോദിക്കുന്നു. തെളിവുകൾ നശിപ്പിക്കാനോ അല്ലെങ്കിൽ തനിക്കെതിരെ കള്ളത്തെളിവുകൾ ഉണ്ടാക്കാനോ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം സംശയിക്കുന്നു. സംഭവത്തിൽ KGM-CTA എന്ന അധ്യാപക സംഘടനയ്ക്ക് അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. ഈ സംഭവത്തിന് പിന്നാലെ കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഒരു ഡോക്ടറെ മാനസികമായി തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് ഇതിന് പിന്നിൽ നടക്കുന്നത് എന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ ആരോപിക്കുന്നു. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തന്നെയാണ് അദ്ദേഹം നടത്തുന്നത്. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഈ പോരാട്ടം വെറും വ്യക്തിപരമായ ഒന്നല്ല. ഇത് കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ്. സത്യം തുറന്നു പറഞ്ഞതിന് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുമ്പോൾ മറ്റുള്ളവർ ഭയം കാരണം നിശബ്ദരായിക്കൊള്ളുമെന്ന് ഭരണകൂടം വിശ്വസിക്കുന്നുണ്ടാകാം. പക്ഷേ അത് ഇവിടെ സംഭവിക്കുന്നില്ല. ഈ പോരാട്ടത്തിന് കൂടുതൽ കരുത്തേകിക്കൊണ്ട് ആരോഗ്യ പ്രവർത്തകരും സംഘടനകളും അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച കാര്യങ്ങൾ വസ്തുതാപരമാണെന്ന് തെളിയിക്കുന്ന മറ്റു ചില കണ്ടെത്തലുകളും പുറത്തു വന്നിട്ടുണ്ട്. മന്ത്രി വീണ ജോർജ് കാണാനില്ലെന്ന് പറഞ്ഞ ശസ്ത്രക്രിയ ഉപകരണം ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ഉണ്ടെന്ന് പ്രിൻസിപ്പലിന്റെ പരിശോധനയിൽ കണ്ടെത്തിയെന്ന വാർത്തയും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പോൾ ഉപകരണങ്ങൾ കാണാനില്ലെന്ന് പറഞ്ഞത് ആരാണ് ഈ വിവരങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഭരണകൂടം മറുപടി നൽകിയേ തീരൂ. കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണ്. സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഈ ഡോക്ടറെ വേട്ടയാടുന്ന പ്രവണത ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ പോരാട്ടം അദ്ദേഹത്തിന് വേണ്ടി അല്ല, മറിച്ച് നമ്മുടെ എല്ലാം ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും കാണാം. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.